ഹായ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹോം മെയ്ഡ് പിസ്സ ആയാലോ? കുറച്ച് വെജിറ്റബിൾസും ചീസും കൂടി ചേർന്ന ഒരു അടിപൊളി റെസിപ്പി ഓവനിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പിസ്സയ്ക്ക് വേണ്ടി ഞാനിന്ന് എടുത്തിരിക്കുന്നത് കോണും ഒരു ക്യാപ്സിക്കവും 2 തക്കാളിയും ഉള്ളിയുമാണ്. വേറെ ഏതെങ്കിലും ടോപ്പിക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാവുന്നതാണ്. പിന്നെ ഡ്രൈ ഈസ്റ്റ്, സാധാരണ ഈസ്റ്റും യൂസ് ചെയ്യാം. ചീസ് പീസാക്കിയതാണ് മേടിച്ചത്. സീസണിങ് ആണ്, മിക്സ്ഡ് സീസണിങ് ആണ്. ഇത് പിസ്സ സോസ്. ശരിക്കും ഞാൻ ഇതല്ല യൂസ് ചെയ്യുന്നത്, ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ടൊമാറ്റോ സോസാണ്. ഇനി നമുക്ക് ഈസ്റ്റ് പുളിപ്പിക്കാൻ വെക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളത്തിൽ 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ഡ്രൈ ഈസ്റ്റും കൂടെ ചേർത്ത് കലക്കി കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കണം. അത് പുളിച്ച ശേഷം നമുക്ക് മാവിൻ്റെ കൂടെ ചേർത്ത് ഇളക്കണം. ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദയും പിന്നെ പുളിപ്പിക്കാൻ മാറ്റി വെച്ചിരുന്ന ഈസ്റ്റും 1 ടീസ്പൂണോളം ഉപ്പും 2 ടീസ്പൂണോളം ഒലീവ് ഓയിലും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് മാവ് കുഴച്ചെടുക്കുക. മാവ് തയ്യാറാക്കിയ ശേഷം പാത്രം നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി എയർ ടൈറ്റാക്കി 2 മണിക്കൂറത്തേക്ക് മാറ്റി വെക്കണം. മാവ് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കാം. മാവ് റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിക്കല്ലിൽ വെച്ച് പരത്തിയെടുക്കാം. മാവ് പരത്തുമ്പോൾ ചപ്പാത്തിക്കല്ലിൽ ഒട്ടിപ്പിടിക്കാതെ ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുത്താൽ മതി. മാവ് പരത്തിയെടുത്ത ശേഷം പിസ്സ ട്രേയിലേക്ക് മാറ്റി നമുക്ക് ടോപ്പിംഗ്സ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് സോസ് തേക്കാം. ഇതിൽ ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ സോസാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെക്ക് ചെയ്താൽ കാണാം. ഇനി നമുക്ക് കുറച്ച് തക്കാളിയും കോണും ക്യാപ്സിക്കവും ഉള്ളിയും കൂടെ ചേർത്ത് റെഡിയാക്കാം. നമ്മൾ ടോപ്പിംഗ്സ് ഇടുന്നതിൻ്റെ ഓർഡർ ആദ്യം സോസ്, പിന്നെ വെജിറ്റബിൾസ്, അതിന് ശേഷം ചീസ്, അതിന് ശേഷം സീസണിങ്, പിന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഒലീവ് ഓയിലും ഒഴിക്കുന്നത് നല്ലതായിരിക്കും. എല്ലാം ചേർത്ത ശേഷം അവസാനം സീസണിങ്ങിനൂടെ ആഡ് ചെയ്യണം. പിസ്സ റെഡിയാക്കിയ ശേഷം നമുക്ക് ഓവനിലേക്ക് വെക്കാം. ഓവനിലേക്ക് സെറ്റിങ്സ് ഞാൻ വെച്ചിരിക്കുന്നത് 15 മിനിറ്റ് 180 ഡിഗ്രിയാണ്. അപ്പോൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ്. ഓവൻ യൂസ് ചെയ്തും ചെയ്യാതെയും പിസ്സ തയ്യാറാക്കാം. ഞാനിവിടെ ഓവൻ യൂസ് ചെയ്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. പിസ്സ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നീട് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.